السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുകയും പരസ്പരം പഠിപ്പിക്കുകയും ചെയ്യുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിൽ നിന്നുള്ള സക്കീനത്ത് അഥവാ സമാധാനം അവരിലേക്ക് ഇറങ്ങും. അതുപോലെ അല്ലാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം അവരെ മൂടിപ്പൊതിയും. അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ വലയം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലുള്ള മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് അവരെ കുറിച്ച് പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്യും. അല്ലാഹു റബ്ബുൽ ആലമീൻ അക്കൂട്ടരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലെ അതിമഹത്തായ വിജ്ഞാനമാണ് ഈമാനിന്റെ അടിസ്ഥാന പാഠങ്ങൾ എന്നുള്ളത്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇരിക്കുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇൽതലഅ അലൈനാ റജുലുൻ, നമ്മിലേക്ക് ഒരാൾ കടന്നു വരികയുണ്ടായി. ശദീദു ബയാദി തിയാബ്, ആ വന്ന വ്യക്തിയുടെ വസ്ത്രം വെളുത്ത തൂവള്ള നിറമായിരുന്നു. ശദീദു സവാദി ശഅർ, ആ വ്യക്തിയുടെ തലമുടിയാവട്ടെ കറുകറുത്ത തലമുടിയുമാകുന്നു. ലാ യുറാ അലൈഹി അസറു സഫർ, ആ വന്ന വ്യക്തിയിൽ യാത്ര ചെയ്തു വന്ന ഒരു അടയാളവും കാണാനുമില്ല. വലാ യഅരിഫുഹു മിന്നാ അഹദുൻ, നമ്മിൽ ഒരാൾക്കും അയാളെ അറിയുകയുമില്ല, അഥവാ ആ നാട്ടുകാരനല്ല. ഹത്താ ജലസ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിരിക്കുന്നത് വരേക്കും. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, അങ്ങനെ ആ വന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കാൽമുട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടുകളുമായി ചേർത്ത് വെച്ചു. വവദഅ കഫൈഹി അലാ ഫഖിദൈഹി, രണ്ട് കൈപ്പത്തികളും രണ്ട് തുടകളുടെ മേലെ വെക്കുകയും ചെയ്തു. അഥവാ വന്ന വ്യക്തി അതോടുകൂടി മര്യാദയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിരുന്നു എന്ന് ചുരുക്കം. എന്നിട്ട് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഒന്നാമതായി അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇസ്ലാം എന്നാൽ അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. الله അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അതുപോലെ 5 നേരത്തെ നിസ്കാരങ്ങൾ നിലനിർത്തുക, സകാത്ത് കൊടുത്തുകൂട്ടുക, റമളാനിൽ നോമ്പനുഷ്ഠിക്കുക, കഴിവുള്ളവർ ശാരീരികമായും സാമ്പത്തികമായും കഴിവുള്ളവർ ഹജ്ജ് നിർവഹിക്കുക, അല്ലാഹുവിന്റെ ബൈത്തിൽ കഅബയിൽ ചെന്നുകൊണ്ട്. ഇതാണ് ഇസ്ലാം
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഈമാനിനെ കുറിച്ച് പറഞ്ഞു തരണം. അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അൽ ഈമാൻ, ഈമാൻ എന്നാൽ അൻ തുഅ്മിന ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, വമലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്, വകുതുബിഹി, അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ്, വറുസുലിഹി, അല്ലാഹുവിന്റെ റസൂലുകളിൽ വിശ്വസിക്കലാണ്, വൽയൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കലാണ്, വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ വിധി തീരുമാനങ്ങളിൽ വിശ്വസിക്കലാണ്. ഇങ്ങനെ 6 ഈമാനിന്റെ അടിസ്ഥാനങ്ങൾ പറഞ്ഞു. വീണ്ടും വന്ന വ്യക്തി ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി എന്ന് നമുക്ക് ആ ഹദീസിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സുദീർഘമായ ഒരു ഹദീസിൽ ഈമാൻ എന്താണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഭാഗമാണ് നമ്മൾ പഠന വിധേയമാക്കാൻ പോകുന്നത്. ഇത് ഈമാനിന്റെ അടിസ്ഥാന തത്വങ്ങൾ, അടിസ്ഥാന പാഠങ്ങൾ എന്നതുപോലെ തന്നെയാണ്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാവണമെങ്കിൽ ഈ പറഞ്ഞ 6 കാര്യങ്ങളും ശരിയായിരിക്കണം. ഈമാനിന്റെ അടിസ്ഥാന പാഠങ്ങൾ ചെറിയ പ്രായത്തിലെ നമ്മൾ പഠിച്ചവരാണ്. ചെറിയ കുട്ടികളോട് ചോദിച്ചാലും ഈമാൻ കാര്യങ്ങൾ 6 എന്നവർ പറയും. അത് ഓരോന്നും എണ്ണി പറയും. എന്നാൽ സഹോദരങ്ങളെ, അതിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ശരിയായ രൂപത്തിൽ പഠിക്കേണ്ടതുണ്ട്. കാരണം അഖീദ, ഈ പരിശുദ്ധ ഇസ്ലാം ദീനിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. ഒരിക്കലും പഠനം അവസാനിപ്പിക്കാൻ നമുക്ക് നിർവാഹമില്ല. പഠിക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ്. ഓരോ ആണിന്റെയും പെണ്ണിന്റെയും മേൽ നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ റസൂലാണെന്ന് അവകാശപ്പെടുന്ന 5 നേരത്തെ നിസ്കാരങ്ങളിൽ വിശ്വസിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഈ ഈമാനിൽ നിന്നും തെറ്റിപ്പോയ അവസ്ഥകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈമാൻ എന്ന് ശരിയായ രൂപത്തിൽ പഠിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, വലിയ അപകടമാണ് കാത്തിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാന്മാരായ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ പറഞ്ഞു, അൽ ഈമാൻ, ഈമാൻ എന്നാൽ ഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കലാണ്. നാവ് കൊണ്ട് പ്രഖ്യാപിക്കാനുണ്ട്. വഅതിഖാദുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് വിശ്വസിക്കലാണ്. ഹൃദയത്തിൽ വിശ്വാസം ഉറപ്പിക്കേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ട്. വഅമലുൻ ബിൽ ജവാരിഹി വൽ അർക്കാൻ, ശരീരം കൊണ്ടും അവയവങ്ങൾ കൊണ്ടും പ്രവർത്തിക്കാനുമുണ്ട്. യസീദു ബിത്വാഅതി, അല്ലാഹുവിനെ അനുസരിക്കൽ കൊണ്ട് ഈമാൻ വർദ്ധിക്കും. വയൻഖുസു ബിൽ മഅസിയതി, അല്ലാഹുവിനെ ധിക്കരിക്കൽ കൊണ്ട്, തിന്മകൾ ചെയ്യുന്നതിലൂടെ ഈമാൻ കുറയുകയും ചെയ്യും. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അടുക്കൽ ഈമാൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ആദ്യം കേൾപ്പിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അവസാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കുണ്ട്. ആ വന്ന ആളെ കുറിച്ച് പറഞ്ഞു, അത് ഫഇന്നഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആ വന്നത്. അതാകും യുഅല്ലിമുകും ദീനകും, അദ്ദേഹം വന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. അഥവാ ഇസ്ലാമും ഈമാനും ഇഹ്സാനും അടങ്ങുന്ന പരിശുദ്ധ ഇസ്ലാം ദീൻ എന്താണോ അത് പഠിപ്പിക്കാനാണ് അദ്ദേഹം വന്നത്. അപ്പോൾ ഈമാനിന്റെ ഈ 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനാണ് എന്ന് ചുരുക്കം. സഹോദരങ്ങളെ, ഈമാനിന്റെ ഈ നിർവചനം നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. നാവ് കൊണ്ട് പറയാനുണ്ട്, മനസ്സിൽ ഹൃദയത്തിൽ വിശ്വസിക്കാനുണ്ട്,
അവയവങ്ങൾ കൊണ്ട് ശരീരം കൊണ്ട് പ്രവർത്തിക്കാനുണ്ട്. ആ ഈമാനിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഇത് കൂടുകയും കുറയുകയും ചെയ്യും. എല്ലാ കാലത്തും ഈമാൻ ഒരുപോലെ ഉണ്ടാവുകയില്ല, ചിലപ്പോൾ കൂടും. എപ്പോഴാണ് കൂടുക? അല്ലാഹുവിനുള്ള ഇബാദത്തുകളിൽ കൂടുതൽ വ്യാപൃതരായി കഴിഞ്ഞാൽ ഈമാൻ വർദ്ധിക്കും. അതേപോലെ തന്നെ ഈമാൻ കുറയുകയും ചെയ്യും. ഈമാൻ കുറയുകയും ചെയ്യും. കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഈമാൻ ഇല്ലാതായി പോവുക വരെ ചെയ്യും. ഈമാൻ കുറയുക എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെയായി പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകും. എപ്പോഴാണ് ഈമാൻ കുറയുക? അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോഴാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ, അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് കാണിക്കുമ്പോൾ, പാപങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈമാൻ കുറയും. ഇതാണ് ഈമാൻ എന്നത് നമ്മൾ ആമുഖമായി മനസ്സിലാക്കി വെക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കിതാബിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻഷാ അല്ലാഹ് 6 ഈമാൻ കാര്യങ്ങളും അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നേർക്ക് നേരെ വന്ന കാര്യങ്ങളാണിവ. ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു തആല ഈമാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം? സൂറത്തുൽ ബഖറയിൽ അതിന്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു, ഹുദൻ ലിൽ മുത്തഖീൻ, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഇതാകുന്നു ഗ്രന്ഥം, ഇതാകുന്നു കിതാബ്, അതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. അത് തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് സന്മാർഗമാണ്, മാർഗദർശനമാണ്. ശേഷം അല്ലാഹു തആല തഖ്വ പാലിക്കുന്ന ആളുകളുടെ വിശേഷണങ്ങൾ എടുത്തു പറയുക. എന്താണവ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അഥവാ നേർക്ക് നേരെ കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ എന്ന പിഴച്ച വാദം അവർക്കുണ്ടാവുകയില്ല. മറിച്ച് കണ്ണുകൊണ്ട് കണ്ടാലും ശരി, കണ്ടില്ലെങ്കിലും ശരി, അള്ളാഹു പറഞ്ഞോ, അള്ളാഹു അതിന്റെ റസൂല് പറഞ്ഞോ, സമിഅനാ വഅതഅനാ, അതായിരിക്കും ആ മുത്തഖീങ്ങളുടെ നിലപാട്. വയുഖീമൂന സ്വലാത്ത, അവർ 5 നേരത്തെ നിസ്കാരങ്ങൾ നിലനിർത്തുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നവരാണ്. വീണ്ടും അള്ളാഹു പറയുന്നു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, ഓ നബിയെ, ആ മുത്തഖീങ്ങൾ തഖ്വ പാലിക്കുന്ന ആളുകൾ താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വാസമുള്ളവരാണ്. വമാ ഉൻസില മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ളവർക്ക് അവതരിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരാണ്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ ആഖിറത്തിൽ ദൃഢവിശ്വാസമുള്ളവരുമാകുന്നു. ഈ ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞു, അവർ താങ്കൾക്ക് അവതരിപ്പിച്ചതിൽ, അഥവാ പരിശുദ്ധ ഖുർആനിൽ താങ്കൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിൽ, അഥവാ ബാക്കിയുള്ള അള്ളാഹുവിന്റെ കിതാബുകളിൽ, അതേപോലെ തന്നെ ആഖിറത്തും യൗമുൽ ആഖിറും അവിടെ വന്നു. ഈമാനിന്റെ കാര്യങ്ങൾ അതിലുണ്ട്. വേറെ ചില ആയത്തുകളിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തുൽ ബഖറയിൽ തന്നെ നമുക്ക് കാണാം, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നിങ്ങളുടെ മുഖങ്ങൾ തിരിക്കുക എന്നതിലല്ല നന്മ. അഥവാ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് റബ്ബിനെ ഇബാദത്ത് ചെയ്താലും ശരി, ഏതിലാണ് പുണ്യം? എങ്ങനെ ചെയ്യുന്നതിലാണ് പുണ്യം? വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. നിങ്ങൾ കിഴക്കോട്ടാവട്ടെ പടിഞ്ഞാറോട്ടാവട്ടെ എങ്ങോട്ട് തിരിഞ്ഞ് റബ്ബിനെ ഇബാദത്ത് ചെയ്താലും ശരി, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് നന്മകൾ ചെയ്താലാണ് അള്ളാഹു സ്വീകരിക്കുക. അതാണ് പുണ്യം, അതാണ് നന്മ. എന്തൊക്കെയാണ് അവ? മൻ ആമന ബില്ലാഹ്, ഒന്നാമതായി അള്ളാഹു പറഞ്ഞു, ആർക്കാണോ അള്ളാഹുവിൽ വിശ്വാസമുള്ളത്. അൽ ഈമാനു ബില്ലാഹി എന്ന കാര്യം അള്ളാഹുവോട് എടുത്തു പറഞ്ഞു. ഈമാനിന്റെ അടിസ്ഥാന പാഠങ്ങളിൽ ഒന്നാമത്തേത് അൽ ഈമാനു ബില്ലാഹ് എന്നതാണ്. വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വാസമുള്ളത് ആർക്കാണ്? വൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വാസമുള്ളത് ആർക്കാണോ? വൽ കിതാബ്, അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വാസമുള്ളവർ ആരാണോ? വൻ നബിയീൻ, അള്ളാഹുവിന്റെ നബിമാരിൽ
ആർക്കാണോ വിശ്വാസമുള്ളത്. ഇങ്ങനെ ഈമാൻ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നന്മകൾ ചെയ്താൽ അതാണ് പുണ്യം, അതിനാണ് കാര്യം. അപ്പൊ നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല നമ്മിൽ നിന്നും നന്മകൾ സ്വീകരിക്കണമെങ്കിൽ, പുണ്യങ്ങൾ അല്ലാഹു നന്മകളാക്കി രേഖപ്പെടുത്തണമെങ്കിൽ, അതിന് പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസം, ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടവരായിരിക്കണം. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകൾ നമുക്ക് എല്ലാവർക്കും ഹിഫ്ളുള്ള മനഃപ്പാഠമുള്ള ആയത്തുകളാണ്. എല്ലാ ദിവസവും ഉറങ്ങാൻ നേരത്ത് പാരായണം ചെയ്താൽ അവനത് മതിയായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 2 ആയത്തുകളുണ്ട്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂന, അതിനെ തുടർന്ന് മുഅ്മിനുകളും ഈമാനുള്ളവരും വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ, അവരെല്ലാവരും ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണ്. വമലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വാസമുള്ളവരാണ്. വകുതുബിഹി, അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വാസമുള്ളവരാണ്. വറുസുലിഹി, അല്ലാഹുവിന്റെ റസൂലുമാരിൽ വിശ്വാസമുള്ളവരാണ്. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ അല്ലാഹു തആല അവിടെ പറഞ്ഞു. അൽ ഈമാനു ബില്ലാഹി വന്നു, വമലായികതിഹി വന്നു, വകുതുബിഹി വന്നു, വറുസുലിഹി വന്നു. 4 കാര്യങ്ങൾ അല്ലാഹു തആല ചേർത്ത് പറഞ്ഞു. അതുപോലെ സൂറത്തുൽ നിസാഇൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, ആമിനൂ, നിങ്ങൾ വിശ്വസിക്കുക, ബില്ലാഹി, അല്ലാഹുവിൽ, വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിലും, വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ൽ, അല്ലാഹുവിന്റെ റസൂലിനെ അവതരിപ്പിച്ച കിതാബിലും അല്ലാഹുവിന്റെ റസൂലിന് മുമ്പ് അല്ലാഹു അവതരിപ്പിച്ച കിതാബുകളിലും നിങ്ങൾ വിശ്വസിക്കുക. വമൻ യക്ഫുർ ബില്ലാഹി, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ആരാണോ അല്ലാഹുവിൽ അവിശ്വസിക്കുന്നത്, വമലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളിൽ അവിശ്വസിക്കുന്നത്, വകുതുബിഹി, അല്ലാഹുവിന്റെ കിതാബുകളിൽ അവിശ്വസിക്കുന്നത്, വറുസുലിഹി, അല്ലാഹുവിന്റെ റസൂലുകളിൽ അവിശ്വസിക്കുന്നത്, വൽയൗമിൽ ആഖിർ, അന്ത്യനാളിൽ അവിശ്വസിക്കുന്നത്. അഥവാ ഈമാൻ കാര്യങ്ങളിൽ ആർക്കാണോ വിശ്വാസമില്ലാത്തത്, ആരാണോ അതിനെ നിഷേധിച്ച് തള്ളിക്കളയുന്നത്, ഫഖദ് ളല്ല വലാലം ബഈദ, അവൻ ബഹുദൂരം വഴിപിഴച്ചു പോയിരിക്കുന്നു. ഇത്രയും നേരം കേട്ട ആയത്തുകളെല്ലാം 5 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അൽ ഈമാനു ബില്ലാഹി വന്നു, വമലായികതിഹി വന്നു, വകുതുബിഹി വന്നു, വറുസുലിഹി വന്നു, വൽയൗമിൽ ആഖിർ വന്നു. ഇനി ഖദറിലുള്ള അവസാനത്തെ 6ാമത്തെ കാര്യത്തിലുള്ള തെളിവ് സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറഞ്ഞു, അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ്. നബിയേ, അല്ലാഹു തആല ആകാശഭൂമികളിലുള്ളതെല്ലാം അറിയുന്നു എന്ന് താങ്കൾ മനസ്സിലാക്കുന്നില്ലേ? ഇന്ന ദാലിക ഫീ കിതാബ്, തീർച്ചയായും അതെല്ലാം ഒരു കിതാബിൽ, ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അഥവാ ഖദറിനുള്ള തെളിവാണ്. അല്ലാഹുവിന്റെ ഖദർ, അല്ലാഹുവിന്റെ വിധി തീരുമാനം എന്നത് അല്ലാഹു നേരത്തെ മുൻകൂട്ടി ലൗഹുൽ മഹ്ഫൂസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുന്നേ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പൊ ഈ ആയത്ത് സൂറത്തുൽ ഹജ്ജിലെ 70ാമത്തെ ആയത്ത് അതിനുള്ള തെളിവാണ്. അതുപോലെ അല്ലാഹു സൂറത്തുൽ ഖമറിലൂടെ പറഞ്ഞു, ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ, തീർച്ചയായും ഓരോ കാര്യവും ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്, അഥവാ വിധി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് 6 ഈമാൻ കാര്യങ്ങൾക്കും പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തെളിവുകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സൂറത്തുൽ ബഖറയിൽ, സൂറത്തുൽ നിസാഇൽ, അതുപോലെ സൂറത്തുൽ ഹജ്ജിൽ എല്ലാം അല്ലാഹു തആല 6 ഈമാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതിൽ ഒരാൾ അവിശ്വസിക്കുക എന്നത് അല്ലാഹു പറഞ്ഞതുപോലെ ഫഖദ് വല്ല വലാലം ബഈദ, അവൻ ബഹുദൂരം വഴിപിഴച്ചു പോയിരിക്കുന്നു. മറ്റൊരു ആയത്തിൽ അല്ലാഹു അറിയിച്ചു, വമൻ യക്ഫുർ ബിൽ ഈമാൻ, ആരാണോ ഈമാനിൽ അവിശ്വസിക്കുന്നത്, ഈമാനിനെ നിഷേധിച്ചു തള്ളുന്നത്,
ഫഖദ് ഹബിത അമലുഹു, അവന്റെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു. ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരാൾ പിഴച്ചുപോയാൽ, വിശ്വസിക്കേണ്ട രൂപത്തിലല്ലാതെ വിശ്വസിച്ചാൽ അയാളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെന്നാണ്. മാത്രമല്ല വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അയാൾ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും. പരലോകത്ത് നഷ്ടമെന്ന് പറഞ്ഞാൽ നരകമെന്നാണ് അതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. അതിനാണ് അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചത്. ഇനി ഈമാൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖിനാൽ ഈമാൻ കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ കേട്ടവരാണ്. ആ ഈമാൻ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അല്ലാഹു തആല നമ്മെ സഹായിക്കുകയും ചെയ്തു. ആ ഈമാൻ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ വന്നിരുന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അവന്റെ കിതാബിൽ പറഞ്ഞ ഓർമ്മപ്പെടുത്തലുകളുണ്ട്. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു നിങ്ങൾക്ക് ഈമാൻ പ്രിയങ്കരമാക്കി തന്നിട്ടുള്ളത്. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അത് അലങ്കാരമാക്കി തന്നിട്ടുള്ളതും അല്ലാഹുവാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ തൗഫീഖാണ് ഈമാൻ ഉൾക്കൊണ്ടവരായി തീരുക എന്നുള്ളത്. അല്ലാഹുവിലുള്ള ഈമാൻ, അതുപോലെ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ അത് ഉൾക്കൊള്ളാനും പഠിക്കാനും അറിയാനും ഒക്കെ ഉള്ള തൗഫീഖ് റബ്ബ് തന്നു എന്നുള്ളത് അല്ലാഹുവിന്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണ്. അല്ലാഹുവിന്റെ ഔദാര്യം ഒന്ന് മാത്രമാണ്. അല്ലാഹുവാണ് നമുക്ക് ഈമാനിനോട് മഹബ്ബത്ത് ഉണ്ടാക്കിയത്. അല്ലാഹുവാണ് നമുക്ക് ഈമാനിനോട് സ്നേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഈമാൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് അലങ്കാരമാക്കി തന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരാളുടെയും കഴിവല്ല, നമ്മുടെ ഒരാളുടെയും വല്ല മഹിമയും കണ്ടുകൊണ്ട് റബ്ബ് നമുക്ക് നൽകിയതല്ല. മറിച്ച് അല്ലാഹുവിന്റെ ഔദാര്യം ഒന്ന് മാത്രമാണ്. ശേഷം അല്ലാഹു പറയുന്നു, വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, ഈമാൻ അല്ലാഹു പ്രിയങ്കരമാക്കി തന്നു, ഈമാൻ പ്രിയങ്കരമാക്കി തന്നു, അതോടൊപ്പം അത് ഹൃദയങ്ങൾക്ക് അലങ്കാരമാക്കി തന്നു എന്നതുപോലെ തന്നെ കുഫ്റിനോടും അധർമ്മത്തോടും ധിക്കാരത്തോടും അനുസരണക്കേടിനോടും അല്ലാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് വെറുപ്പും ഉണ്ടാക്കി തന്നു. അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാകുന്നു മാർഗദർശനം ലഭിച്ച ആളുകൾ. ഫദ്ലൻ മിനല്ലാഹി വ നിഅമ, അല്ലാഹു പറയുന്നു ഫദ്ലൻ മിനല്ലാഹി വ നിഅമ, അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യവും അവന്റെ അനുഗ്രഹവും ഒന്ന് മാത്രമാണ്. പരമ്പരാഗതമായി നമുക്ക് കിട്ടിയതല്ല, പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരാളും നേടിയെടുത്തതല്ല. സ്വത്തുക്കളും സമ്പത്തും നേടിയെടുക്കുന്നത് പോലെ അത് നമ്മിലേക്ക് അനന്തരമായി വന്ന് ചേരുന്നത് പോലെ നമുക്കൊരാൾക്കും വന്ന് കിട്ടിയതല്ല ഈ ഈമാൻ. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ മഹാന്മാരായ അമ്പിയാക്കളുടെ അടുത്ത കുടുംബക്കാർക്ക് അത് കിട്ടണമായിരുന്നു. മഹാനായ ഇബ്രാഹിം ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ നബിയാണ്, റസൂലാണ്. അദ്ദേഹത്തിന്റെ പിതാവ് വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുന്നയാളാണ്. അല്ലാഹു തആല ആ വിഗ്രഹങ്ങൾക്ക് നടുവിൽ നിന്നാണ് തൗഹീദിന്റെ ഇമാമായി അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഇമാം ഖലീലുല്ലാഹ് ഏറ്റവും അവസാനമായി വന്ന അഷ്റഫുൽ ഖൽഖിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാതൃകാ യോഗ്യനായി അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. അനിത്തബിഅ മില്ലത ഇബ്രാഹിം, അല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. അനിത്തബിഅ മില്ലത ഇബ്രാഹിം, നബിയെ താങ്കൾ ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുക. അല്ലാഹു തആല പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു, മില്ലത അബീകും, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ ആദർശ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്താണ് ഇത് പരിശുദ്ധ ഇസ്ലാം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടപ്പെട്ട പല ആളുകളും ഉണ്ടായിരുന്നു. അടുത്തു നിന്ന് അബൂ താലിബിന്
അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടില്ല. അടുത്ത കുടുംബക്കാരനാണ്, ഉപ്പയുടെ സഹോദരനാണ്, അവിടുത്തെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടില്ല. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർക്ക് അള്ളാഹു ഈ ഈമാൻ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകിയില്ല. നൂഹ് നബിയുടെ മകൻ, അയാൾക്ക് ഈമാൻ ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം അള്ളാഹു നൽകിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫദ്ലൻ മിനല്ലാഹി വ നിഅമ, ഈമാനിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ ഈ ഈമാൻ കിട്ടിയതിനെ കുറിച്ച് നാം ഓരോരുത്തരും ബോധവാന്മാരായിരിക്കണം. നമുക്ക് വെറുതെ കിട്ടിയതല്ല, അല്ലാഹു തആല നമുക്ക് കഴിഞ്ഞു നൽകിയതാണ്. അല്ലാഹു നമ്മെ തിരഞ്ഞെടുത്തതാണ് ഈ ഈമാൻ ഉൾക്കൊള്ളാൻ. അതുകൊണ്ട് അതിലായി മരണം വരെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആ ഈമാനിൽ വിള്ളൽ വരാതെ, ആ ഈമാൻ തകർന്നു പോവാതെ, ആ ഈമാനിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ, നേരത്തെ നമ്മൾ കേട്ടില്ലേ, ഈമാൻ അത് കൂടും അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ, ഈമാൻ കുറയും അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ. തെറ്റുകൾ തിന്മകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈമാൻ കുറഞ്ഞു 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 വരും. അതുകൊണ്ട് ആമുഖമായി ഇതുകൂടി പറഞ്ഞ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങൾ, 6 ഈമാൻ കാര്യങ്ങൾ. അതിലെ ഒന്നാമത്തെ കാര്യം എന്നത് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അൽ ഈമാനു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസം. അൽ ഈമാനു ബില്ലാഹ് എന്നത് കിട്ടിയ പേജിൽ കിതാബിന്റെ കോപ്പിയിൽ കാണാം. അൽ ഈമാനു ബില്ലാഹി യതളമ്മനു 4 ഉമൂരിൻ. അള്ളാഹുവിലുള്ള ഈമാൻ എന്നത് 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. 4 കാര്യങ്ങളാണ് അൽ ഈമാനു ബില്ലാഹ് എന്ന കാര്യത്തിൽ പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം അതിനെ പിന്തുടർന്നു വരുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ഫമൻ ആമന ബിഹാ ഫഹുവൽ മുഅ്മിനു ഹഖ്ഖൻ. ആ 4 കാര്യങ്ങൾ ആരാണോ അവ വിശ്വസിക്കുന്നത് അവൻ ശരിയായ വിശ്വാസിയാകുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ വിശ്വസിച്ച് ഉൾക്കൊണ്ട ഒരാൾ ശരിയായ വിശ്വാസിയാണ്, അവനാണ് യഥാർത്ഥ മുഅ്മിൻ. ഒന്നാമത്തെ കാര്യം എന്താണ്? അൽ അവ്വലു, ഒന്നാമത്തെ കാര്യം അൽ ഈമാനു ബിവുജൂദില്ലാഹി തആല. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കൽ, അഥവാ അള്ളാഹു ഉണ്ട് എന്ന കാര്യം നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു ഉണ്ട് എന്നതിന് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയും മനുഷ്യന്റെ ബുദ്ധിയും അള്ളാഹുവിന്റെ ശരീഅത്തും അതുപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലും അല്ലാഹു തആല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിലൂടെ അല്ലാഹു ഉണ്ട് എന്ന് തെളിയിക്കും. അതിലൊന്നാമത്തത് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ്, ഫിത്രത്തിലായിക്കൊണ്ടാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ശേഷം അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയും നസ്രാനിയും മജൂസിയും ഒക്കെ ആക്കി തീർക്കുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഒരാളെ സൃഷ്ടിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ്. അള്ളാഹുവിനുള്ള ഈമാൻ, അതുപോലെ റബ്ബ് ആണ് ആരാധനക്കർഹൻ, അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന വിശ്വാസത്തോടു കൂടിയാണ് എല്ലാവരും പുറത്തേക്ക് വെച്ചത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചതാണ്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ പിതാവിന്റെ മുതുകിലായിരിക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന് അല്ലാഹു ചോദിച്ചപ്പോൾ നമ്മളെല്ലാവരും ഉത്തരം പറഞ്ഞു, ബല, അതേ റബ്ബേ. എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ബല, അതേ റബ്ബേ, നീയാണ് ഞങ്ങളുടെ റബ്ബ്. എല്ലാവരും ഓരോരുത്തരും
ഈ ഒരു കാര്യം അംഗീകരിച്ചുകൊണ്ടാണ് ജനിച്ചു വീഴുന്നത്. അതുകൊണ്ടാണ് ചിത്രത്തിലായിക്കൊണ്ടാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നത് എന്ന് പറയുന്നു. ആ ശുദ്ധ പ്രകൃതിയിൽ ഒരു കുട്ടിയെ വെറുതെ വിട്ടാൽ ആ കുട്ടി ഒരു കല്ലിന്റെ പിന്നാലെയും പോവുകയില്ല, ഒരു വിഗ്രഹത്തിന്റെ ഒരു ബിംബത്തിന്റെ പിന്നാലെയും പോവുകയില്ല. മറിച്ച് അവൻ ആ കുട്ടി ഏകനായ സത്താവിലേക്ക് പോകും. കൃത്യമായി അള്ളാഹുവിനെ അവൻ അന്വേഷിക്കും. എന്നാൽ പ്രസവിച്ചു വീണ് ജനിച്ചു വീണ് ജീവിത സാഹചര്യം ഓരോ ആദർശത്തിലേക്കും ഓരോ മതത്തിലേക്കും പിന്നീട് ആ കുട്ടിയെ പരിവർത്തിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് യഹൂദിയുടെ മകൻ യഹൂദിയാകും, നസ്രാനിയുടെ മകൻ നസ്രാനിയാകും, മജൂസിയുടെ തീരെ ആരാധിക്കുന്നവരുടെ മകനും മകളും അങ്ങനെ അവരെ പിൻപറ്റി അങ്ങനെ അതിലാകും. മനുഷ്യൻ ജനിച്ചു വീഴുന്നത് ശുദ്ധപ്രകൃതിയിലാണ്. അതുകൊണ്ട് ഒന്നാമത്തെ തെളിവ് അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവ് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയാണ്. ഒന്നും കേട്ടിട്ടില്ലാത്ത, ഒരു വിഗ്രഹത്തെക്കുറിച്ചും ബിംബത്തെക്കുറിച്ചും ആരാധ വസ്തുക്കളെക്കുറിച്ചും കേട്ടിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ, കർത്താവുണ്ടോ എന്ന് ചോദിച്ചാൽ മുകളിലേക്ക് കൈയുയർത്തും. അതിനുള്ള തെളിവാണ് ചെറിയ മക്കളോട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു നോക്കും. കുട്ടികൾ പോലിക്കും. ആ കുട്ടികൾ തിരിച്ചറിയും. കുട്ടികൾ ഈമാൻ പഠിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഒരു കിതാബ് മുഴുവൻ വായിച്ചു തീർത്താണോ? പരിശുദ്ധ ഖുർആൻ മുഴുവൻ അർത്ഥം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഒന്ന് ഞെട്ടും, ആ കുട്ടി ഒന്ന് ചിന്തിക്കും. മാത്രമല്ല ആ കുട്ടിയോട് അള്ളാഹു എവിടെ ചോദിച്ചാൽ മുകളിലേക്ക് കൈയുയർത്തും. തീർച്ചയായും ഇത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. ചെറിയ കുട്ടികളോട് അള്ളാഹു എവിടെ എന്ന് ചോദിച്ചാൽ മുകളിലേക്ക് നോക്കും, അതല്ലെങ്കിൽ മുകളിലേക്ക് കൈ ചൂണ്ടും, വിരൽ ചൂണ്ടും. അത് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയാണ്. ശുദ്ധ പ്രകൃതിയിൽ നിന്നും വ്യക്തമാണ് ഈ പ്രപഞ്ചത്തിൽ ഒരു കർത്താവുണ്ട്. അല്ലാഹു തആലയുടെ വുജൂദ് അതിൽ നിന്നും വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം അൽ-അഖ്ൽ, ബുദ്ധി. ഏത് ബുദ്ധിക്കും അനുയോജ്യമായ കാര്യമാണ് ഈ പ്രപഞ്ചത്തിൽ ഒരു സത്താവുണ്ട് എന്നുള്ളത്. ഒരു സത്താവില്ലാതെ ഇതെല്ലാം തനിയെ ഉണ്ടായതാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിയോ യുക്തിയോ അല്ല. അതുകൊണ്ടാണ് യുക്തിവാദികൾക്ക് യുക്തിവാദികൾ എന്നല്ല പേരിടേണ്ടത്, യുക്തിയില്ലാത്ത വാദികൾ എന്നാണ്. ഒരൽപ്പം യുക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അള്ളാഹുവിനെ നിഷേധിക്കുമായിരുന്നില്ല. നിങ്ങൾ നോക്കൂ, ഒച്ച കേട്ടു, എല്ലാവരും തിരിഞ്ഞു നോക്കും, എവിടുന്ന ഇത് വന്നത്? എല്ലാവരും ചോദിക്കും, ആരാണ് ശബ്ദം ഉണ്ടാക്കിയത്? ഒരു ചെറിയ കുട്ടി പോലും ആ കുട്ടിയെ പിന്നിൽ നിന്ന് നമ്മൾ ഇതുപോലെ വിളിച്ചാൽ തിരിഞ്ഞു നോക്കും. എന്നിട്ട് ചോദിക്കും, ആരാ വിളിച്ചത്? വേറൊരു ശബ്ദം കേട്ടു. ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ എല്ലാവരും നോക്കും, എവിടെയാണ് ശബ്ദം, ആരാണ് ശബ്ദം ഉണ്ടാക്കിയത്? വെറുതെ ഒരു ശബ്ദം ഉണ്ടാവുക എന്നുള്ളത് സംഭവിക്കുകയില്ല. വെറുതെ ഒരു കാര്യം ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു ബുദ്ധിക്കും, ശരിയായ ബുദ്ധിക്കും യോജിക്കാത്ത കാര്യമാണ് വെറുതെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൂറിൽ പറഞ്ഞു, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അവരെ അല്ലാഹുവല്ലാത്ത മറ്റു വല്ലവരും സൃഷ്ടിച്ചതാണോ, അതല്ല അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ? മക്കയിലെ മുശ്രിക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ ആവശ്യപ്പെടുന്ന രൂപത്തിലാണ് ഈ ആയത്ത്. അല്ലാഹു പറയുന്നു, അല്ലാഹു ചോദിക്കുന്നു, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന്, അതല്ലെങ്കിൽ അല്ലാഹു അല്ലാത്ത മറ്റു വല്ലവരുമാണോ, അങ്ങനെയാണോ അവർ സൃഷ്ടിക്കപ്പെട്ടത്? അതല്ല, അം ഹുമുൽ ഖാലിഖൂൻ, അവർ തന്നെയാണോ സൃഷ്ടാവ്, അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത്? അം ഖലഖുസ് സമാവാതി വൽ അർള ബൽ ലാ യുഖിനൂൻ, അവരാണോ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത്? ബൽ ലാ യുഖിനൂൻ, അവർ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കുന്നില്ല. അം ഇൻദഹും ഖസാഇനു റബ്ബിക്,
അം ഹുമുൽ മുസൈതിറൂൻ, അതല്ല നിന്റെ റബ്ബിന്റെ ഖജനാവ്, അതിന്റെ താക്കോൽ അവരുടെ അടുക്കലാണോ? അവരാണോ അതിനെ നിയന്ത്രിക്കുന്നത്? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ അല്ലാഹു തആല മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കുകയാണ്. അഥവാ ലോകത്ത് കടന്നു വന്ന ഓരോരുത്തരും ഈ ചോദ്യം കേട്ടു കഴിഞ്ഞാൽ ബോധ്യപ്പെടും, നമ്മൾ ആരും വെറുതെ ഉണ്ടായതല്ല, തനിയെ ഉണ്ടായതല്ല, നമ്മൾ ഒരാളും നമ്മെ സൃഷ്ടിച്ചിട്ടുമില്ല. ആകാശഭൂമികൾ നമ്മൾ ഒരാളും സൃഷ്ടിച്ചതല്ല. അള്ളാഹുവിന്റെ അധികാര പരിധിയിലാണ് ഈ കാണുന്നതെല്ലാം, അവനാണ് നിയന്ത്രിക്കുന്നത്. പ്രഭാതം വരുന്നതും അത് പിന്നെ മാറി പ്രദോഷത്തിലേക്ക് എത്തുന്നതും, സൂര്യൻ തെറ്റാതെ കൃത്യസമയത്ത് ഉദിക്കുന്നതും അത് അസ്തമിക്കുന്നതും, രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതുമെല്ലാം കൃത്യമാണ്. അത് ഒരിക്കലും നമ്മുടെ ഒരാളുടെയും നിയന്ത്രണത്തിലല്ല. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ബുദ്ധിയില്ലാത്ത യുക്തിവാദികൾ പോലും അവർ തീരുമാനിച്ച സമയത്ത് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. അതിനെ നിയന്ത്രിക്കുന്ന ഒരുവനുണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആല. ഈ ആയത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മഹാനായ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു എന്ന സഹാബി അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ അദ്ദേഹം മുശ്രിക്കായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഗ്രിബ് നിസ്കാരത്തിന് സൂറത്തു തൂർ പാരായണം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ അവിടുന്ന് പാരായണം ചെയ്ത് വരുമ്പോൾ ഈ ആയത്തിലെത്തി, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അവർ മറ്റു വല്ലതിൽ നിന്നും അവർ അല്ലാഹുവല്ലാത്ത വല്ലവരുമാണോ അവരെ സൃഷ്ടിച്ചത്? അതല്ല, അവർ തന്നെയാണോ സൃഷ്ടിച്ചത്? അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? എന്നിട്ട് ഈ ആയത്തുകളെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ഇതിങ്ങനെ ഞാൻ കേട്ടപ്പോൾ എന്റെ ഹൃദയം പറന്നു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അല്ലാഹു അല്ലാത്ത മറ്റു വല്ലവരുമാണോ നിങ്ങളെ സൃഷ്ടിച്ചത്? അതല്ല, നിങ്ങൾ തന്നെയാണോ നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം മുശ്രിക്കായിരിക്കെ അദ്ദേഹത്തിന്റെ ഹൃദയം പറന്നു പോകുന്നത് പോലെ തോന്നിപ്പോയി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വദാലിക അവ്വല മാ വഖറ അൽ ഈമാനു ഫീ ഖൽബി. അത് കേട്ടപ്പോഴാണ് ആദ്യമായി എന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ ഉറച്ചത്. ഈമാൻ ഹൃദയത്തിലേക്ക് വന്നത് അപ്പോഴാണ്. ബുദ്ധി കൊടുത്ത് ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്നു, നമ്മൾ ഒരാളും വെറുതെ ഉണ്ടായതല്ല, നമ്മൾ ഒരാളും നമ്മെ സൃഷ്ടിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നമ്മെ സൃഷ്ടിച്ച ഒരുവനുണ്ട്. അത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. മൂന്നാമതായി ശരീഅത്ത് കൊണ്ട് ബോധ്യപ്പെടും അള്ളാഹു ഉണ്ട് എന്നത്. അള്ളാഹുവിന്റെ വജൂദ് അറിയിക്കുന്ന മൂന്നാമത്തെ കാര്യം ഈ ശരീഅത്താണ്, അള്ളാഹുവിന്റെ ദീനിലെ നിയമങ്ങളാണ്. കാരണം അള്ളാഹു തആല ഇത് പറയാനാണ് റസൂലുമാരെ, പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. അള്ളാഹുവിന്റെ കിതാബുകൾ മുഴുവനും ഇറക്കിയത് ഇത് പറയാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ നബിമാരയച്ചതും കിതാബുകൾ ഇറക്കിയതും രാജ്യത്തിന്റെ ഭരണം പിടിക്കാനല്ല, അതല്ലെങ്കിൽ മറ്റു വല്ല കാര്യത്തിനു വേണ്ടിയിട്ടുമല്ല. അതെല്ലാം പിന്നീട് കടന്നു വരുന്നതാണ്. പ്രധാനമായ ലക്ഷ്യമെന്താണ്? എല്ലാവരും കടന്നു വന്നുകൊണ്ട് ആദ്യം പറയുക ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് നബിമാർ കടന്നു വന്നത്. എല്ലാ ശരീഅത്തിന്റെയും അടിസ്ഥാനം അതാണ്. അള്ളാഹുവിന്റെ നബിമാർ അഖിലവും എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചാണ്. അവരെല്ലാവരും അള്ളാഹുവിനെ കുറിച്ചും അവന്റെ വജൂദിനെ കുറിച്ചും അതുപോലെ അവനെ മാത്രം ആരാധിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അവരുടെ തുടക്കവും അവസാനവും അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയത് എന്തിൽ നിന്നാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്നാണ്. മക്കയിലെ 13 വർഷക്കാലവും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മദീനയിലെത്തി മുസ്ലിമീങ്ങൾ ധാരാളമുണ്ട്,
ഇസ്ലാമിന് ഭരണം കിട്ടി, മുസ്ലിമീങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വരെ പ്രബോധനവുമായി ചെല്ലാൻ തുടങ്ങി. എന്നിട്ടും അത് പറയാൻ നിർത്തിയിട്ടില്ല. സൂറത്ത് മുഹമ്മദ് അവതരിക്കപ്പെടുന്നത് മദീനയിൽ വെച്ചാണ്. ആ സൂറത്ത് മുഹമ്മദിലെ 19ാമത്തെ ആയത്താണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം നീ അറിയുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ മദീനയിലും അല്ലാഹു കൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ വെച്ചും ആയത്ത് അവതരിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നോക്കൂ, നബിമാർ അവരുടെ തുടക്കവും ഒടുക്കവും എല്ലാം അല്ലാഹുവിനെ കുറിച്ച് പറയുക, അവരിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശരീഅത്ത് വ്യക്തമായി അറിയിക്കുന്നു അല്ലാഹു ഉണ്ട്. നബിമാർ ക്ഷണിച്ചത് ഒരു സത്താവിലേക്കാണ്, ഒരു റബ്ബിലേക്കാണ്, ഒരു അല്ലാഹുവിലേക്കാണ്. നാലാമത്തെ കാര്യം, അല്ലാഹു ഉണ്ട് എന്നതിനുള്ള തെളിവാണ് അനുഭവിച്ചറിയാം. അതിൽപ്പെട്ടതാണ് ആളുകൾ, സൃഷ്ടികൾ പ്രാർത്ഥിക്കുന്നു. ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന അത് സത്താവിലേക്കാണ്. പ്രാർത്ഥന എന്നുള്ളത്, തേട്ടം എന്നുള്ളത് അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്കാണ് ഉയർന്നു പോകുന്നത്. മനുഷ്യൻ പ്രയാസപ്പെടുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ, പഴയകാലത്ത് കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഒരു നിരീശ്വരവാദിയായിരുന്ന ഒരു നേതാവ് വല്ലാതെ ആരോപണങ്ങളും അതുപോലെയുള്ള പ്രശ്നങ്ങളും അയാൾക്ക് നേരെ ഉണ്ടായപ്പോൾ പറഞ്ഞു, മുകളിൽ നിന്ന് ഒരുവൻ കാണുന്നത് കേട്ടോ, നിങ്ങൾ മറക്കണ്ട. അപ്പൊ മനസ്സിലറിയാതെ ഒരു പ്രാർത്ഥന വരികയാണ്. അത് മതനിഷേധിയായാലും അള്ളാഹുവിനെ നിഷേധിക്കുന്നയാളായാലും എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ട്. മാത്രമല്ല, അവരെല്ലാവരും അള്ളാഹു അല്ലാത്ത പലതിനെയും ആരാധിക്കുന്നത് അതെല്ലാം ദൈവത്തിലേക്ക് എത്തുന്ന പ്രതീകങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഇബാദത്ത്, ആരാധന വ്യർത്ഥമാണ്, ബാത്തിലാണ്, ഇസ്ലാം അംഗീകരിക്കാത്തതാണ്. പക്ഷെ അതിന്റെ വസ്തുത ഇങ്ങനെയാണ്, അവരിങ്ങനെയാണ് പറയാറുള്ളത്. അപ്പൊ സൃഷ്ടാവ് എന്നുള്ളത് മനുഷ്യന് ഈ പറഞ്ഞ പ്രയാസഘട്ടങ്ങളിൽ, ആവശ്യഘട്ടങ്ങളിൽ അവന്റെ പ്രാർത്ഥന ഉയർന്നു പോകുന്നു. അതുപോലെ തന്നെ നബിമാർ അവർ കടന്നു വന്നു കഴിഞ്ഞാൽ അല്ലാഹു തആല അവർക്ക് ചില മുഅ്ജിസത്തുകൾ നൽകും. ഒരു നബിയും ആ നബിക്ക് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് പ്രയോഗിക്കാറില്ല. മുഅ്ജിസത്ത് അത് അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന സമയത്ത് നടപ്പിലാക്കലാണ്. നബിമാരുടെ കഴിവല്ല അത്, മറിച്ച് ആ നബിമാരെ നിയോഗിച്ച അല്ലാഹുവാണ് അത് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സത്താവുണ്ട് എന്നതിന് തെളിവാണ്, അനുഭവിച്ചറിയാൻ സാധിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുന്നേ വന്ന നബിമാർ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുഅ്ജിസത്തുണ്ടായിരുന്നു. ചില അത്ഭുത സംഭവങ്ങൾ അദ്ദേഹത്തിലൂടെ അല്ലാഹു നടപ്പിലാക്കി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലുണ്ടായിരുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ സുലൈമാൻ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം, ഇങ്ങനെ നബിമാർക്ക് അല്ലാഹു നൽകുന്ന മുഅ്ജിസത്ത് എന്നുള്ളത് ഒരു സത്താവുണ്ട് എന്നതിനുള്ള തെളിവാണ്. ഒരു സത്താവുണ്ട്, ഒരു ശക്തിയുണ്ട്, ഒരു അല്ലാഹു ഉണ്ട് എന്നതിനുള്ള തെളിവാണ്. ഇതെല്ലാം സഹോദരങ്ങളെ അല്ലാഹുവിന്റെ വുജൂദ് അറിയിക്കുന്ന, തെളിയിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി അല്ലാഹു ഉണ്ട്, അല്ലാഹുവിന്റെ അസ്തിത്വം അറിയിക്കുന്നതാണ്. അതുപോലെ മനുഷ്യന്റെ ബുദ്ധി ഒരു സത്താവുണ്ട്, ഒരു റബ്ബുണ്ട് എന്നത് വ്യക്തമായി തെളിയിക്കുന്നു, അറിയിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ശരീഅത്ത്, അതുപോലെ തന്നെ മനുഷ്യന് അനുഭവിച്ച് തൊട്ടറിയാൻ സാധിക്കുന്ന രൂപത്തിൽ അല്ലാഹു ഉണ്ട് എന്നതിനുള്ള തെളിവുകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അൽ ഈമാനു ബില്ലാഹ് എന്നതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ വുജൂദാണ്. അല്ലാഹു ഉണ്ട്,
ഇത് സഹോദരങ്ങളെ പഴയകാലത്ത് കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഇത് ഊന്നി പറയേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു പൊതുവെ. എന്നാൽ ഇന്ന് അള്ളാഹു ഉണ്ട് എന്നത് ആവർത്തിച്ച് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ അത് കൊത്തിവെക്കേണ്ടിയിരിക്കുന്നു. കാരണം മതനിഷേധികൾ ഇന്ന് വ്യാപിച്ചിരിക്കുന്നു. ചെറിയ മക്കൾ, യുവാക്കൾ, യുവതികൾ, ചെറിയ കോളേജുകളിൽ, സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഹൃദയങ്ങളിലേക്ക് മതനിഷേധികൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും കുത്തിവെച്ചു കൊടുക്കുന്നത് അള്ളാഹുവിനെ നിഷേധിക്കാനാണ്, ദീനിനെ നിഷേധിക്കാനാണ്. കാരണം അഴിഞ്ഞാട്ടം കുത്തഴിഞ്ഞ ജീവിതം വേണമെങ്കിൽ ഇസ്ലാം എന്ന ഈ ശരീഅത്തിനെ തള്ളിപ്പറയണം. അത് മാത്രം പോരാ, സ്രഷ്ടാവിനെ, സൃഷ്ടിച്ച റബ്ബിനെ നിഷേധിക്കണം. ഇങ്ങനെ ഒരാൾ ചെയ്താൽ പിന്നെ അയാൾക്ക് എങ്ങനെയും ജീവിക്കാമെന്നാണ്. എത്ര ആളുകളാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളായി ഇന്ന് മാറിയിട്ടുള്ളത്. മതനിഷേധം എന്നത് ഇന്ന് വളരെ ചെറിയൊരു സംഭവമായിരിക്കുന്നു. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അത് കണ്ടുകിട്ടാൻ കുറച്ച് പ്രയാസമാണ്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ. ഒറ്റയും തെറ്റേറ്റ് അവിടെ ഉണ്ടാവും. അയാളെ കണ്ടാൽ തന്നെ ഇതിന് നിരീശ്വരവധിയാണ്. ഇന്ന് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിച്ചില്ല എങ്കിൽ, നമ്മുടെ മക്കൾക്ക് സംരക്ഷണം നൽകിയിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ പിഴച്ച വിശ്വാസത്തിലേക്ക് തെന്നി വീഴുകയാണ്. എത്ര കുട്ടികൾ അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിച്ചിരുന്ന, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിരുന്ന ഇത്ര കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്. കുറച്ചു കാലം കഴിഞ്ഞാൽ 1-2 വർഷം കോളേജുകളിലെ പഠനം കഴിയുമ്പോൾ അവർ പിന്നെ നിരീശ്വരവാദികളായി മാറിയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ പുതിയ ന്യൂജൻ തലമുറകളിൽ വലിയ കാര്യമായി ആളുകൾ കൊണ്ടു നടത്തുന്നത്. മത നിഷേധം, അള്ളാഹുവിനെ നിഷേധിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ ആവർത്തിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് നമ്മൾ ചെറിയ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അള്ളാഹു ഉണ്ട് മോനെ, അള്ളാഹു എന്ന ഒരു സത്താവ് നമുക്കുണ്ട്. അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്, അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് എന്നത് ആവർത്തിച്ച് കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും വേണം. മാത്രമല്ല സഹോദരങ്ങളെ, മരിച്ച് ഖബറിലെത്തിയാൽ ആദ്യമായി നമ്മോട് ഓരോരുത്തരോടും ചോദിക്കപ്പെടുന്ന ചോദ്യം മൻ റബ്ബുക എന്നുള്ളതാണ്. ആരാണ് നിന്റെ റബ്ബ് എന്നത് ഖബറിൽ വെച്ച് ഓരോരുത്തരും മരണാനന്തരം ചോദ്യം ചെയ്യപ്പെടും. റബ്ബി അല്ലാഹു എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിലുള്ള ഈമാൻ ശരിയായിരിക്കണം. അള്ളാഹു എന്ന സത്താവിനെ അംഗീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസിയായിരിക്കണം. എങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒന്നാമതായി അള്ളാഹുവിന്റെ വുജൂദ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം അവന്റെ റുബൂബിയത്തിൽ വിശ്വസിക്കൽ. രണ്ടാമത്തെ കാര്യം അൽ ഈമാനു ബിറുബൂബിയതിഹി, അവന്റെ അഥവാ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വസിക്കൽ. അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന വിശ്വാസം. അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന വിശ്വാസം. ഇത് സഹോദരങ്ങളെ അൽ ഈമാനു ബില്ലാഹ് എന്നതിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. അള്ളാഹുവാണ് റബ്ബ് എന്ന് മാത്രം അംഗീകരിച്ചാൽ പോരാ. എന്താണ് അതിനുള്ള വ്യത്യാസം? അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് പറയുന്നതും അള്ളാഹുവാണ് റബ്ബ് എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? റബ്ബ് എന്ന കാര്യത്തിൽ അള്ളാഹുവിനെ മാത്രം ഏകനാക്കണം. അഥവാ സൃഷ്ടിപ്പ്, നിയന്ത്രണം, അധികാരം, ജീവിപ്പിക്കൽ, മരിപ്പിക്കൽ, പ്രതിഫലം നൽകൽ തുടങ്ങി അള്ളാഹുവിന്റെ അഫ്ആലുകൾ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ അതിൽ നമ്മൾ വിശ്വസിക്കണം. അതോടൊപ്പം അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അതിൽ അവൻ ഏകനാണ് എന്നും വിശ്വസിക്കണം. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? വിശദീകരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ അത് വിശദീകരിക്കാം. അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് പറയുന്നതും അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് രണ്ടും രണ്ടാണ്.
അതിൽ അള്ളാഹു മാത്രമാണ് സത്താവ് എന്ന് പറയുന്നതിലാണ് സത്യമുള്ളത്. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അവന്റെ ദീൻ പഠിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല പഠിച്ചത് പ്രാവർത്തികമാക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി നമ്മെ ജീവിപ്പിച്ചു മരിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا اللهم توفنا مسلمين والحقنا بالصالحين اللهم انا نسألك الهدى والتقى والعفاف والغنى اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.